നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് നല്ല ശിക്ഷണങ്ങൾ നൽകി സ്നേഹങ്ങൾ നൽകി സംവിധാനിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ ഉമ്മമാര്, നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ സഹധർമ്മിണികൾ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, പേരമക്കൾ, അവർക്ക് ലിൽ മുത്തഖീന ഇമാമാ, എന്നിൽ നിന്ന് എന്റെ കുട്ടി സൽസ്വഭാവം പഠിക്കണം, എന്നിൽ നിന്ന് എന്റെ കുട്ടി ജീവിതത്തിന്റെ അവസാനം വരെ മാതൃക പഠിക്കണം. എന്റെ ബാപ്പ എന്നോട് ഉപദേശിച്ചത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ആ സ്വഭാവം ഞാൻ ഒരു നിലക്കും ഒഴിവാക്കൂല. കാരണം അത് ഏറ്റവും നല്ല സ്വഭാവമാണ്. എന്റെ ഉമ്മ എന്നോട് ഉപദേശിച്ചത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ആ സൽ സ്വഭാവം ഞാൻ കൈവിടിയുകയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, നിങ്ങളെത്ര തന്നാലും ശരി, നിങ്ങളെത്ര സ്വാധീനിച്ചാലും ശരി, ഇങ്ങനെ പറഞ്ഞ് ഭർത്താവിന്റെ സ്വഭാവം മാറ്റുന്ന പെൺകുട്ടികളില്ലേ, ഭാര്യയുടെ സ്വഭാവം മാറ്റുന്ന ഭർത്താക്കന്മാരില്ലേ? എന്തേ കാരണം? അത് ബാപ്പയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന് പകർന്നെടുത്ത സ്വഭാവമാണ്. അതാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. അതിന്റെ ഒരു കുറവാണ് എവിടെയും കാണുന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശ്യമായ പെരുമാറ്റത്തിലൂടെ സ്വഹാബത്തിന്റെ ദേഷ്യം തണുപ്പിച്ചു. പ്രതികരണങ്ങൾക്കുള്ള ഏറ്റവും നല്ല ത്വരയുണ്ടായിരുന്നു അവരിൽ. നല്ല പ്രതികരിക്കാനും പ്രതിയോഗികളെ വേണ്ടതുപോലെ പാഠം പഠിപ്പിക്കാനും അവർക്ക് നല്ല കഴിവുണ്ടായിരുന്നു. പക്ഷേ ഒരു മാന്യതയ്ക്ക് നിരക്കാത്ത ഒരു വാക്ക് പോലും പറയാൻ അവിടുന്ന് സമ്മതിച്ചിട്ടില്ല. അതെത്ര ആവേശം ഉണ്ടായിട്ടാണെങ്കിലും ശരി. ഞാൻ ഒരു ഉദാഹരണം പറയാം, ഒരുപാട് കാണാം ചരിത്രത്തിൽ. ബദറിൽ നിന്ന് ഗസ്വത്ത് കഴിഞ്ഞ്, സമരം കഴിഞ്ഞ്, അതൊരു യുദ്ധം എന്ന ഭാഷയിൽ വായിക്കേണ്ടതല്ല. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലേക്ക് ചേർത്തി പറയുമെന്ന പേടികൊണ്ട്. ബദറിൽ നിന്ന് ആ വലിയ സമരം കഴിഞ്ഞ് സ്വഹാബത്ത് മടങ്ങി വരുമ്പോ മദീനയിലെത്തുന്ന സമയത്ത് മദീനയിലേക്ക് അവർ ആനയിക്കുന്നത്, മദീനയിലേക്ക് വരുന്നത് ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സ്വഹാബിമാരെ പറഞ്ഞയച്ചിരുന്നു. അവരോട് മദീനയിലുള്ളവർ ബദറിലെ വിഷയങ്ങളെപ്പറ്റി ചോദിച്ചറിഞ്ഞിരുന്നു. ഇതാ പിന്നാലെ തങ്ങളും സ്വഹാബത്തും വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ മദീനയിലെ ജനങ്ങൾ മുഴുവനും മദീനയുടെ അതിർത്തി പ്രദേശത്തിലേക്ക് പുറപ്പെട്ടു, സ്വീകരിക്കാൻ, വരവേൽക്കാൻ. നമ്മളെ നാട്ടിലേക്ക് ഒരു വലിയ ഷെയ്ഖ് വരുമ്പോ, ഒരു വലിയ സയ്യിദ് വരുമ്പോ, ഒരു പക്ഷേ കാസർഗോഡിന്റെ അതിർത്തിയിൽ വെച്ച് അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് സ്വീകരിച്ചു കൊണ്ടുവരാറുണ്ടല്ലോ. നാട്ടിലേക്ക് ആദ്യമായി വരുന്ന ഒരു സയ്യിദാണ്, ഒരു ആലിമാണ്. അത് ഇസ്ലാമിൽ ഉള്ള ഒരു സുന്നത്താണ്. അതിന് ചെറുപ്പക്കാരും മറ്റു എല്ലാവരും ബൈക്കെടുത്ത്, വാഹനമെടുത്തു പോകും. തക്ബീർ ധ്വനികൾ സന്തോഷത്തോടെ മുഴക്കും, മദ്ഹിന്റെ ഗീതങ്ങളൊക്കെ പാടും, സന്തോഷത്തോടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതേ പരുവത്തിൽ മദീനയിലുള്ള സ്വഹാബ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും സ്വീകരിച്ചു വരുമ്പോ ബദറിലേക്ക് പുറപ്പെടാത്ത ഒരു സ്വഹാബി സലാമത്ത് ബിൻ സലാം റളിയല്ലാഹു അൻഹു എന്നൊരു മഹാനോട്, അദ്ദേഹം ബദറിൽ പങ്കെടുത്ത മഹാനാണ്, സലാമത്ത് ബിൻ സലാം റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു പോരാട്ടം? എന്തെല്ലാം പറയും നിങ്ങൾ നോക്ക്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ ഇത്തരൊരു ബഹുമാനം നൽകിയത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങൾ നോക്കൂ, ഒറ്റ നബിക്കും മുൻഗാമികളായ ഒരു നബിക്ക് കൂടെ നിന്ന് ചെറുക്കാനും ശത്രുക്കളെ പ്രതിരോധിക്കാനും ആ നബിമാരുടെ മഹാന്മാരായ ഔലിയാക്കളായ അനുയായികൾക്കും ഒരിക്കലും അല്ലാഹു തആല മലക്കുകളെ ഇതുപോലെ ഇറക്കി കൊടുത്തിട്ടില്ല. സൂറത്ത് യാസീനോടെ ഞാനും നിങ്ങളൊക്കെ അത് ഓതാറുണ്ട് സാധാരണ. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുംദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ
ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ നിഷ്കരുണം വധിച്ച ജനത ഒരു കാരണവുമില്ലാതെ മഹാനവർകൾ അവർ ചവിട്ടി നെരിച്ചു, കല്ലുകൊണ്ടെറിഞ്ഞു. ഇബ്നു കസീറും അതുപോലെ തന്നെ അബൂ ഹയ്യാനും പറഞ്ഞ റിപ്പോർട്ടിൽ കാണാം റഹ്മത്തുള്ളാഹി അലൈഹി, ചവിട്ടിയിട്ട് കൊടൽമാല വരെ പുറത്തു വന്നിട്ടുണ്ട്. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു അവർ വധിച്ചപ്പോ ആ നാട്ടിലെ ജനങ്ങളെ ശിക്ഷിക്കാൻ വാനലോകത്ത് നിന്ന് മലക്കുകളെ അല്ലാഹു ഇറക്കിയിട്ടില്ല. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദിൻ മിനസ് സമാ. ലക്ഷോപലക്ഷം മലക്കുകളില്ലേ, കോടിക്കണക്കിന് മലക്കുകളില്ലേ, അവരുടെ എണ്ണം കറക്റ്റായി റബ്ബിനല്ലാതെ അറിയില്ലല്ലോ. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. റബ്ബിന്റെ സൈന്യങ്ങളുടെ കൃത്യമായ കണക്ക് ഒരു സർക്കാരിന്റെ അടുത്തും ഇല്ല, ഒരു കേന്ദ്രത്തിന്റെ അടുത്തും ഇല്ല, റബ്ബിന് മാത്രമേ അറിയൂ. അത്ര കോടിക്കണക്കിന് സൈന്യങ്ങൾ ഉണ്ടായിട്ട് ഒരു സൈന്യത്തെയും അല്ലാഹു ഇറക്കിയിട്ടില്ല. അല്ലാഹു പറയുന്നു വമാ കുന്നാ മുൻസിലീൻ. അങ്ങനെ ഇറക്കുന്ന ഒരു പതിവും നമുക്കില്ല. പിന്നെങ്ങനെയാണ് ആ സമൂഹത്തെ നശിപ്പിച്ചത്? ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഒരൊറ്റ അട്ടഹാസം അട്ടഹസിച്ചു. അതും സഹോദരങ്ങളെ സമാഉദ്ദുന്യയിൽ നിന്ന് താഴോട്ട് വന്നു, സമാഉദ്ദുന്യയിൽ നിന്ന് താഴോട്ട് വന്നു ഭൂമിയിലേക്ക് ആ ശബ്ദഘോഷമേ കേൾപ്പിച്ചിട്ടുള്ളൂ. ഫഇദാഹും ഖാമിദൂൻ. തീ കെട്ടതുപോലെ ആ ഒരൊറ്റ ശബ്ദം കേട്ട് അവർ നിശ്ചലരായി പോയി. ആദ്യമായിട്ട് അല്ലാഹു മലക്കുകളെ ഇറക്കി കൊടുത്തത്, സഹായത്തിന് വേണ്ടി ഇറക്കി കൊടുത്തത്, അതും 2000, 3000, 5000 മലക്കുകളെ, മറ്റൊരു റിപ്പോർട്ട് പ്രകാരം 7000 മലക്കുകളെ ഇറക്കി കൊടുത്ത ഒരേ ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. അത്ര ഷറഫാക്കപ്പെട്ട ഒരു സമരം ലോകത്ത് വേറെ ഏതെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ല. ബദരീങ്ങൾക്കുള്ള ബഹുമാനം എന്താ? നിങ്ങൾ നോക്ക്, ആ ബദറിൽ നിന്ന് വരുന്ന അസ്ഹാബുൽ ബദറിൽപ്പെട്ട റളിയല്ലാഹു അൻഹും അജ്മഈൻ സലാമത്ത് ബിൻ സലാം റളിയല്ലാഹു അൻഹുനോട് അങ്ങോട്ട് പോകാത്തൊരു സ്വഹാബി ചോദിക്കാൻ, സാധാരണ വിവരം ചോദിക്കുമല്ലോ, എങ്ങനെയുണ്ട് പോരാട്ടം? നമ്മൾ ഇവിടെയാ ശരിക്കും മനസ്സിലാക്കേണ്ടത്. എങ്ങനെയുണ്ട് പോരാട്ടം എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, അതെത്ര എളുപ്പമാണ്. അറവ് നടത്താൻ വേണ്ടി കൊണ്ടുവന്ന കുറെയൊക്കെ കീപ്പെട്ട് തരുന്ന അറവുശാലയിലേക്ക് വന്ന മൃഗങ്ങളെ പോലെ നമ്മൾ അവരെ പണി അങ്ങ് കഴിച്ചു. ഇത് പറഞ്ഞപ്പോ കേട്ട ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യടിക്കാനല്ല പറഞ്ഞത്, തക്ബീർ ചൊല്ലാനല്ല പറഞ്ഞത്. സലാമത്ത് ബിനു സലാം തങ്ങളെ ആ വാക്ക് പറയരുത് കേട്ടോ. നിങ്ങൾക്കവര് പ്രതിയോഗികളാണെങ്കിലും മക്കക്കാർക്കവര് ജനനേതാക്കളല്ലേ, നായകന്മാരല്ലേ. മാന്യത വിട്ട് സംസാരിച്ചുകൂടാ. ഉടനെ ആ സ്വഹാബി വര്യൻ വന്നിട്ട് പറഞ്ഞു, ഇസ്തഗ്ഫിർലി യാ റസൂലല്ലാഹ്, റസൂലേ എനിക്ക് മാപ്പ് തരണം, ഇനി മേലാൽ ഞാൻ അങ്ങനെ പറയില്ല. 2, 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ആ സ്വഹാബി വര്യൻ പറഞ്ഞു, ആഗ്രഹിച്ചു, പടച്ചോനെ ബദർ കഴിഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വന്നാൽ മതിയായിരുന്നു. നിങ്ങൾ നോക്കൂ ഒരു പെരുമാറ്റത്തിന്റെ മഹിമ. നമ്മുടെ നാട്ടിലെ നമ്മളെ സ്വീകരിക്കാത്ത, നമ്മളെ ഉൾക്കൊള്ളാത്ത ഒരാളാണെങ്കിലും മാന്യത വിട്ടൊരു വാക്ക് പറയാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന പെരുമാറ്റത്തിന്റെ ഭംഗിയാണ്. അതെവിടെ സഹോദരങ്ങളെ എന്നുള്ളത്? പിന്നെ ആരാ സ്വീകരിക്കുക? പിന്നെ ആരാ നമ്മളെ ഫോളോ ചെയ്യുക? പിന്നെ ആരാണ് നമ്മളെ കണ്ടിട്ട് ഒരു ചെറിയ മഹത്വമെങ്കിലും അവരെ ഖൽബിൽ തോന്നുക? സലാമത്ത് ബിൻ സലാം റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. പക്ഷേ ഈ ഒരു പ്രയോഗം കുറച്ച് കടന്ന പ്രയോഗമായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് ഈ ശൈലിയും ഈ ഭാഷയും എവിടുന്ന് കിട്ടിയതാണ്? അങ്ങനെ പറയാൻ പാടില്ല. അല്ലാഹു തആല നൽകിയ എളുപ്പത്തെ പറ്റിയാണ് പറഞ്ഞത്.
കീഴ്പ്പെടുത്താൻ പറ്റാത്ത വലിയ വമ്പന്മാരായിരുന്ന അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഉഖ്ബത്തും ഒക്കെ അവരെല്ലാവരും കീഴ്പ്പെട്ടു പോയെങ്കിലും ഇങ്ങനെ പറയാൻ പാടില്ല. അത് അതിന്റെ ഭാഷയിലേ പറയാവൂ. മഹാനവർകൾ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു. അതേ പുറത്തു കൊടുക്കുന്നു. ഇനി മേലാൽ ഞാൻ അങ്ങനത്തൊരു വാക്ക് പറയില്ല. നിങ്ങളെ സംസാരങ്ങളിൽ നിന്ന് പലപ്പോഴും ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അങ്ങനെ വരരുത്. സഹോദരങ്ങളെ, ആവേശം മൂത്തിട്ടാണെങ്കിലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അങ്ങനെയല്ലേ ചിലപ്പോഴൊക്കെ അക്രമങ്ങൾ ഉണ്ടാകുന്നത്. നേതാക്കൾ എഴുതി കൊടുത്തൊരു സ്ലിപ്പ് ഉണ്ടാകും മുദ്രാവാക്യം വിളിക്കാൻ. അത് വിളിച്ചാൽ ആർക്കും ഒരു തിരക്കേടില്ല. കാരണം അത് അവകാശങ്ങൾക്ക് വേണ്ടി മാന്യതയോടെയുള്ള അഭ്യർത്ഥനയാണ്. ആൾക്കൂട്ടത്തെ കാണുമ്പോ ചിലർ ഈ ലിസ്റ്റ് കീശയിലിടും, എന്നിട്ട് സ്വന്തം വകയിൽ ചില മുദ്രാവാക്യം വിളിക്കും. അപ്പോൾ ഒരു പക്ഷേ അവിടെ ഗരാവോ നടക്കും, അടി നടക്കും, പിക്കറ്റിംഗ് നടക്കും, ഏറ് നടക്കും, തല്ല് നടക്കും. അതിന്റെ ആവശ്യമില്ലല്ലോ. എത്ര ആവേശം മൂത്താലും പറയുന്ന വാക്ക് പോലും മാന്യതക്കെതിരാകരുത്. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ടാണ് മക്ക വിജയത്തിലേക്ക് പോകുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പതാക കൊടുത്ത ഒരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അൻസാറുകളിലെ പ്രഗൽഭനായ സ്വഹാബി വര്യനാണ്. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിൽ അനുശോചിച്ചാണ് അർശ് പോലും വിറച്ചുപോയത്. അത്രയും പ്രഗൽഭനായ സ്വഹാബി വര്യനാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. പക്ഷേ അബൂ സുഫിയാനെയും മറ്റു കൂട്ടരെയും കണ്ടപ്പോ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പതാക വഹിച്ച മഹാൻ പറഞ്ഞു, അൽയൗമ യൗമുൽ മൽഹമാ അൽയൗമ തസ്തഹില്ലുൽ ഹിർമാ. ഇന്ന് നല്ലവണ്ണം ഇറച്ചി ഓരി വെക്കുന്ന ദിവസമാണ്. ഇന്ന് ഇറച്ചി തിങ്ങി വെട്ടിയിട്ട് ഇറച്ചിയൊക്കെ കഷ്ണം കഷ്ണമാക്കി നിൽക്കുന്ന ദിവസമാണ്. ഇന്ന് ഹറാമൊക്കെ നീങ്ങുന്ന ദിവസമാണ്. വിശുദ്ധ ഹറമിൽ നിഷിദ്ധമല്ലേ ഖിതാല്. ഇന്നതൊക്കെ ഹലാലാകുമെന്ന് പറഞ്ഞപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനടി തങ്ങൾ ആ വാക്ക് തിരുത്തിയിട്ട് പറഞ്ഞു, അൽ യൗമ യൗമുൽ മർഹമാ. ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, ഇന്ന് സ്നേഹത്തിന്റെ ദിവസമാണ്, ഇന്ന് അനുകമ്പയുടെ ദിവസമാണ്. ആ വാക്കിൽ പ്രതിഷേധിച്ച് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്ത പതാക അവിടുന്ന് വാങ്ങി ഖൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് മാറ്റിക്കൊടുത്തു. നിങ്ങൾ നോക്ക്, പ്രതികരിക്കുന്നത് ശരിയാകണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, സ്വഭാവ മഹിമ പഠിപ്പിച്ചപ്പോൾ ആരോടാണെങ്കിലും പ്രതിപക്ഷത്തുള്ള ഒരാളാണ് കുട്ടിക്കോളും. നമ്മളെ നന്നായി ചീത്ത വിളിച്ച് അങ്ങനെ അതിലിങ്ങനെ കലങ്ങി ഇനിയും വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളാണെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? അയാൾ ആ ചീത്ത വിളി എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയോ അവിടെ നമ്മളെ വിജയം. അവിടെ നമ്മളെ വിജയം. അവരെ മാറ്റാൻ കഴിയോ അവിടെ നമ്മളെ വിജയം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ അടുത്ത് വന്നിരുന്നിട്ട് ഒരാൾ ചീത്ത വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വിളി കേട്ടാൽ പെട്ടെന്ന് തന്നെ പ്രതികരിച്ച് അടി കൊടുക്കും. ചെറിയ വിളിയൊന്നല്ല വിളിക്കുന്നത്, യാ ദജ്ജാലൂന്ന് വിളിക്കുന്നുണ്ട്, യാ മുബ്തദിഊന്ന് വിളിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരിൽ എന്തെങ്കിലും വിദേഹത്തിന്റെ ശാഖ അരിച്ചവർക്ക് നോക്കിയാൽ കാണാൻ പറ്റുമോ? ഇല്ല. സുന്നത്തിന് വേണ്ടി അത്രയും നിലകൊണ്ട മഹാനാണ് ഇമാമുൽ ആലം തങ്ങളെയാണ് ഈ വിളിക്കുന്നത്. വിളിച്ച് മഹാനവർകൾ ഒന്നും പ്രതികരിക്കുന്നില്ല. പിന്നെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇയാളും പിന്നാലെ കൂടി. ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങളെ പിന്നാലെ വിളിച്ചങ്ങനെ പോവുകയാണ്. അങ്ങനെ ചീത്ത വിളിച്ച് വീട്ടിന്റെ അടുത്തെത്തിയപ്പോ മഹാനവറുകൾ പറഞ്ഞു, സുഹൃത്തേ, എനിക്ക് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറണം. ഞാൻ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കുറച്ചു നേരം ഞാൻ ഇവിടെ കാത്തു നിന്ന് തരാം. അയാൾ തോറ്റുപോയി, മടങ്ങിപ്പോയി. ഇത്രയും നേരം ചീത്ത പറഞ്ഞ ആളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഒരൊറ്റ അടിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റിയത്?
അതാണ് ഖുർആൻ വിശ്വാസികളോട് പറഞ്ഞ സ്വഭാവം. ഇദ്ഫഉ ബില്ലതീ ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവാ കഅന്നഹു വലിയ്യുൻ ഹമീം. നീ എപ്പോഴും നന്മ കൊണ്ട് പ്രതികരിക്കണം. നിന്നെ ചീത്ത വിളിച്ചിട്ടാണ് ഒരാൾ ഫോണിലൂടെ സംസാരിക്കുന്നതെങ്കിലും നിനക്ക് കലികയറരുത്, പെട്ടെന്ന് നിന്നെ കലികയറ്റി പോകും. നീ നല്ല സ്വബറോടുകൂടെ പിടിച്ചു നിൽക്കണം. എത്ര ക്ഷമിക്കണം? ഇമാമിയങ്ങൾ ക്ഷമിച്ചതുപോലെ, സഹിച്ചതുപോലെ നീയും ക്ഷമിക്കണം, നീയും സഹിക്കണം. എന്നിട്ട് നന്മ കൊണ്ട് നീ പ്രതികരിക്കണം. അങ്ങനെ പ്രതികരിച്ചാൽ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവാ കഅന്നഹു വലിയ്യുൻ ഹമീം. നിനക്കും മറ്റൊരാൾക്കും ഇടയിൽ വലിയ ശത്രുതയുണ്ട്. അതുകൊണ്ടാണ് നിന്നെപ്പറ്റി അയാൾ അങ്ങനെ പറഞ്ഞത്. പക്ഷേ നിന്റെ പ്രതികരണം അയാളെ തിരുത്തുന്ന രൂപത്തിലാണ്, അയാളെപ്പോലത്തെ ആരുടെയും മനസ്സ് നന്നാക്കുന്ന രൂപത്തിലാണ്. എന്നാൽ പെട്ടെന്ന് അയാളിൽ മാറ്റം വരും. കഅന്നഹു വലിയ്യുൻ ഹമീം. അയാൾ നിന്റെ ആത്മമിത്രത്തെ പോലെയായി മാറും. നിന്റെ ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ടായി മാറും അയാൾ.